കുട്ടികളോടുള്ള അതിക്രമം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് വന്ന വാർത്ത അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും വലിയ തോതിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതുമാണ്. കാരണം കായംകുളത്ത് 4.5 വയസ്സുകാരനെ ചട്ടുകം പഴുപ്പിച്ച് ദേഹമാസകലം പൊള്ളിച്ചിരിക്കുകയാണ് ഒരമ്മ. അമ്മയുടെ കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷി തന്നെ ഞെട്ടിപ്പോയി. കായംകുളം കണ്ടല്ലൂർ പുതിയ വിളയിൽ ആണ് ഈ സംഭവം. കുട്ടി വസ്ത്രത്തിൽ മലമൂത്ര വിസർജനം നടത്തി എന്നതുകൊണ്ടായിരുന്നു ഈ ക്രൂരകൃത്യം. ഡോക്ടറോട് വീട്ടുകാർ പറഞ്ഞത് ചപ്പാത്തി ചുടുന്ന കല്ല് കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു പൊള്ളി എന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകി അന്നേരം തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ തന്നെ ചിൽഡ്രൻസ് വെൽഫെയറിൽ വിളിച്ച് പറഞ്ഞ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മുടെ കനകക്കുന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി, അതായത് ഈ കുഞ്ഞ് തന്നെ പറയുകയുണ്ടായി, കുഞ്ഞ് നിക്കറിൻ്റെ അകത്തിൽ ഇട്ടത് കൊണ്ട് അമ്മ തന്നെ ഈ കുഞ്ഞിൻ്റെ ചന്തിക്ക് ഇത് പഴിപ്പിച്ച് വെക്കുകയാണ് പറയാൻ. അത് 2 ചന്തിയും ഒരു കാലിൻ്റെ ഒരു ഭാഗവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പൊള്ളിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ പോലീസിൽ അന്വേഷിച്ചപ്പോൾ പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ FIR ഇട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അത് കൃത്യമായി തന്നെ കേസിൻ്റെ മുറയ്ക്ക് പോവുകയാണ്. അതിൻ്റെ തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് വേണ്ട രീതിയിലുള്ള കുട്ടിക്ക് നീതി ലഭിക്കുന്ന തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസുകാർ നീങ്ങുന്നു എന്നാണ് കനകക്കുന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സംഭവത്തിൽ അമ്മയെ കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ശരണ്യ സ്നേഹജനാണ് ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. ശരണ്യ, കൊടും ക്രൂരതയാണ് ആ അമ്മ നടത്തിയത്. അതെന്ത് മനോനിലയിലാണെങ്കിൽ പോലും, കാരണം ഒരു കൊച്ചാണ് അത്. കുട്ടി നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയതിന് ഇങ്ങനെയൊക്കെയാണോ ശിക്ഷിക്കുക എന്നുള്ളത് അതെന്ത് തരം ചിന്താഗതിയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് പോലീസ് പറയുന്നത്? എൽദോ, തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. അതായത് കഴിഞ്ഞ 19-ാം തീയതിയാണ് കായംകുളം കണ്ടല്ലൂരിൽ ഇത്തരത്തിൽ 4.5 വയസ്സുകാരന് അമ്മയിൽ നിന്ന് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ആ കുട്ടിയെ ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് ശരീരത്തിൽ പൊള്ളലേറ്റ നിലയിൽ അമ്മ തന്നെ ആശുപത്രിയിൽ കൊണ്ടുചെല്ലുന്നത്. ആശുപത്രിയിൽ എത്തിയ കുട്ടി ദോശക്കല്ലിൽ, അതായത് ചപ്പാത്തി ഇടുന്ന കല്ലിൽ ഇരുന്നതാണ് എന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ കുട്ടിയുടെ പിൻഭാഗത്ത് 2 ഇടങ്ങളിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു. തുടയുടെ സൈഡിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. മുട്ടുകാലിൻ്റെ താഴെ ഭാഗത്തും പൊള്ളലേറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഉപദ്രവിച്ചതാണെന്നൊരു കാര്യം ഈ ആശുപത്രി അധികൃതർക്ക് മനസ്സിലാവുകയും അവർ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. അങ്ങനെ കുഞ്ഞിനോട് ചോദിച്ചറിഞ്ഞതിൽ നിന്നാണ് ഇങ്ങനെ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് ഇവർ പോലീസിനെ അറിയിച്ചു. ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയും ഇത് സംബന്ധിച്ച മൊഴി നൽകിയിട്ടുണ്ട്. ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഈ കുട്ടി വന്നാൽ ഇവരെ കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അയൽവാസികളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ആണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അമ്മ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് ഇപ്പോൾ അമ്മ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ചൈൽഡ് ലൈൻ കയറി ഇവിടെ എത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയതിൽ നിന്നും ഈ കുഞ്ഞ് ഉപദ്രവം നേരിട്ടത് അമ്മയിൽ നിന്നാണ് എന്നുള്ളത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുട്ടിയെ ആശുപത്രിയിലേക്ക് ഡ്രസ്സ് ചെയ്യാനായിട്ട്, കുഞ്ഞിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അമ്മയെ വീട്ടിൽ നിന്നും കനകക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അച്ഛനോട് വരാനായി അറിയിച്ചിട്ടുണ്ട്. അമ്മൂമ്മയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കുഞ്ഞ് ഉള്ളത്. അച്ഛൻ മിലിറ്ററി ജീവനക്കാരനാണ്. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് വന്ന് പെരവാസ്തോലി അടക്കം വീടിൻ്റെ ഗൃഹപ്രവേശനം അടക്കം കഴിഞ്ഞിട്ടാണ് അയാൾ പോയതേ ഉള്ളായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അതിക്രൂരമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് അമ്മയ്ക്കെതിരെ കേസെടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. എൽദോ, റൈറ്റ്, ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ് അത്. മാത്രമല്ല ഇനിയും മറ്റ് റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിലേറെ ദുഃഖകരം. ഇനി ശരണ്യ, ഈ അമ്മ ആരെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ നേരത്തെയും ഇത്തരത്തിൽ ഉള്ള പ്രകോപനങ്ങളും കുഞ്ഞിനോട് ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള സൂചനയൊക്കെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? എന്താണ് അത്തരത്തിൽ ഈ കുഞ്ഞ് അത്തരത്തിൽ പ്രതികരിക്കാനുള്ളൊരു പ്രായമൊക്കെ ആയ കുട്ടിയല്ലേ?
ആൺകുട്ടിയാണ്, 4.5 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. കുഞ്ഞിന് ഇപ്പോഴും അമ്മയോട് ഭയങ്കര വലിയ സ്നേഹമാണുള്ളത്. കാരണം എത്ര ഉപദ്രവിച്ചാലും ആ തിരിച്ചറിവിൻ്റെ പ്രായമൊന്നും ആയിട്ടില്ല, ചെറിയ കുഞ്ഞാണ്. അവൾ ഇപ്പോഴും അമ്മയോട് വളരെയധികം സ്നേഹം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ ഇത്തരത്തിലിങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നം കുട്ടിയെ അടിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ക്രൂരമായ രീതിയിലുള്ള ഒരു മർദ്ദനമോ അല്ലെങ്കിൽ ഇത്രയും ഈ ചട്ടകം വെച്ചിട്ട് പൊള്ളലേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതേസമയം ഇപ്പോൾ ഉണ്ടായ സംഭവത്തിനെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് എൽദോ ആ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളുള്ളത്. എന്താണ് രമ, കുഞ്ഞിന് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഏറ്റിലേണ്ടി വന്നത്. ചട്ടകം പഴിപ്പിച്ച് ദേഹമാസകലം പൊള്ളിക്കുന്നു. അത് ഒരിടത്തല്ല, 2-3 ഇടങ്ങളിലായിട്ട് ആ പൊള്ളൽ നമുക്ക് കാണാമായിരുന്നു. ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായും ആ ദൃശ്യങ്ങളിൽ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഖേദകരം. അത്രയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൃശ്യം കൂടിയല്ല. ആ കുഞ്ഞിൻ്റെ കാലിൻ്റെ പിൻവശം പൂർണ്ണമായും പൊള്ളിയ നിലയിലാണ്. തുടയ്ക്ക് മുകളിലേക്ക് 2 കാലിൻ്റെയും പിൻവശങ്ങൾ പൂർണ്ണമായും പൊള്ളിയ നിലയിലാണ്. പൊള്ളി കുമളച്ച് പൊട്ടിയ നിലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. അത്രയും വേദന ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ടാകും എന്നുള്ളത് അത് ഊഹിക്കുക പോലും പ്രയാസകരമാണ്. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് കുട്ടികൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ ഇനിയും ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുക മാത്രം ചെയ്യാം. ഇത് കാണുന്നവരെങ്കിലും ഇനിയും അത്തരത്തിൽ ഒരു ചിന്തയിലേക്ക് പോലും പോകരുത് എന്ന് മാത്രം പറയുന്നു. ഇനി